ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂബിലിസ്റ്റ് ലേണിംഗ്. സോ ഈ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ടോട്ടൽ വൊക്കാബ്സിൻ്റെ കവർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റഡി ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് റീപ്ലേസിങ് എ ഫ്രേസ് ഓർ എ ക്ലോസ് വിത്ത് എ സിംഗിൾ വേർഡ് ദാറ്റ് കൺവേസ് ദ സെയിം മീനിങ്. അതായത് ഇത് സിമ്പിളായിട്ട് ഒരു ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസ്, ലോങ് ആയിട്ടുള്ള ഫ്രേസോ അല്ലെങ്കിൽ ക്ലോസിനെ എന്താക്കുന്നത്, സിമ്പിളായിട്ടുള്ള ചെറിയ മീനിങ്ങിലേക്ക് മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്താണ്? ഇറ്റ് ഈസ് എ വേ ടു മേക്ക് യുവർ റൈറ്റിംഗ് മോർ കൺസൈസ് ആൻഡ് എഫിഷ്യൻറ്റ്. നമ്മൾ സംസാരിക്കുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് കൺവേ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഗെറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്? അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബിഗിനിങ് ആൻഡ് ഫസ്റ്റ്. അതായത് നമ്മളൊരു കാര്യം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. പയനിയർ, ഫസ്റ്റ് വൺ ആണ് പയനിയർ. വൺ ഹൂ ഡസ് സംതിങ് ഫോർ ദി ഫസ്റ്റ് ടൈം. ഒരാൾ ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നൊരു സെൻറ്റൻസ് തന്നാൽ നമ്മൾ അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്, പയനിയർ. അതുപോലെ നെക്സ്റ്റ് വേർഡാണ് ഡെബ്യൂട്ട്. ഡെബ്യൂട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് പെർഫോമൻസ്. അതായത് ഹീ ഗോട്ട് എ ഡെബ്യൂട്ട് ഇൻ ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് ഗെയിമിൽ ഒരു ഡെബ്യൂട്ട് കിട്ടിയെന്ന് വെച്ചാൽ അവന് ആദ്യമായിട്ട് ഒരു പെർഫോമൻസ് കിട്ടി. നെക്സ്റ്റ് വേർഡ് ഡെബ്യൂട്ടൻറ്റ്. ഡെബ്യൂട്ടൻ്റ് എന്ന് വെച്ചാൽ ഈസ് എ ബിഗിനർ. ബിഗിനർ എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന ആൾ. അതാണ് ഒരു മൂന്നാമത്തെ വേർഡായിട്ടുള്ള ഡെബ്യൂട്ടൻറ്റ്. അവസാനത്തെ വേർഡായിട്ടുള്ള ഹെറാൾഡ് അല്ലെങ്കിൽ ആർബിഞ്ചർ. അതായത് ഫോറണ്ണർ, അതായത് മുൻകൂട്ടി ഒരു കാര്യം ചെയ്യുന്ന ആളെ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, ഹെറാൾഡ്. അപ്പോൾ ഇത്രയുമാണ് ബിഗിനിങ് ആൻഡ് ഫസ്റ്റ് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ബിലീഫ്സ് ആൻഡ് ഫിലോസഫി. അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മളെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ്, അങ്ങനത്തെ സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വേർഡാണ് അൾട്രൂറിസ്റ്റ്. അൾട്രൂറിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ പേഴ്സൺ ഹൂ ലവ്സ് എവരിബഡി. അപ്പോൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? അൾട്രൂറിസ്റ്റ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ആണ് ഫാറ്റലിസ്റ്റ്. വൺ ഹൂ ബിലീവ്സ് ഇൻ ഫെയ്ത്ത്. അതായത് വിശ്വാസത്തിൽ, അതായത് വിധി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫാറ്റലിസ്റ്റ്. അപ്പോൾ ഫാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ വൺ ഹൂ ബിലീവ്സ് ഇൻ ഫെയ്ത്ത്. നെക്സ്റ്റ് വണ്ണാണ് വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ഒരു ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഏത്തിസ്റ്റ്. ഏത്തിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നിരീശ്വരവാദി. അതായത് വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. പിന്നെ അതുപോലെ തന്നെ ഈ വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വേറൊരു കൂട്ടം കാറ്റഗറി ആൾക്കാരില്ലേ, അതായത് ദൈവമുണ്ടോ ഇല്ലേ എന്നൊക്കെ സംശയിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലില്ലേ. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എഗ്നോസ്റ്റിക്. എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അതായത് ദൈവം തന്നെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഡൗട്ട് അടിക്കുന്ന ആൾക്കാരാണ് ആര്? എഗ്നോസ്റ്റിക്. എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അതായത് ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ളത് സംശയിക്കുന്ന ആൾക്കാർ. അവസാനത്താണ് പാൻതിസ്റ്റ്. എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് എവരിത്തിങ് ഈസ് ഗോഡ്. അതായത് എല്ലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മളെ ഇടയിലില്ലേ. അതായത് എല്ലാത്തിനെയും ആരാധിക്കുന്നത്, അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? പാൻതിസ്റ്റ്. എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് എവരിത്തിങ് ഈസ് ഗോഡ്. അതായത് എല്ലാം ദൈവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പാൻതിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റാണ് പേഴ്സണൽ ട്രെയ്റ്റ്സ്. അതായത് ഒരാളെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മെഡിക്കോർ. വൺ ഹൂ ഈസ് നെയ്തർ ഇൻ്റലിജൻറ്റ് ഓർ ഡൾ. അതായത് നമ്മുടെ ഇടയിൽ കുറച്ച് ആൾക്കാരില്ലേ മെഡിക്കോർ ആയിട്ടുള്ള ആൾക്കാർ. എല്ലാവരും ചില സംഗതികൾ എന്തായിരിക്കും? മെഡിക്കോർ ആയിരിക്കും. അതായത് ചില കാര്യങ്ങളിൽ നെയ്തർ ഇൻ്റലിജൻറ്റ് ഓർ ഡൾ. ഭയങ്കര ബുദ്ധിമാനുമല്ല, അത്ര പൊട്ടനുമായിട്ടുള്ള ആൾക്കാരെ നമ്മളെന്ത് വിളിക്കുന്നു? മെഡിക്കോർ ആയിട്ടുള്ള ആൾക്കാരെന്ന് വിളിക്കുന്നത്. ഫസ്റ്റാഡിയസ്. വെരി പെർട്ടിക്കുലർ അബൌട്ട് ഡൂയിങ് തിങ്സ്. അതായത് ചില കാര്യങ്ങൾ പർട്ടിക്കുലറായിട്ട് പ്രത്യേക കണിശത്തോടുകൂടി ചെയ്യുന്ന ആൾക്കാരെ നമ്മളെന്ത് വിളിക്കുന്നത്? ഫസ്റ്റാഡിയസ്. നെക്സ്റ്റാണ് ഇൻഫാലിബിൾ. നെവർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഇൻഫാലിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരാൾ ഇൻഫാലിബിൾ ആണെന്ന് വെച്ചാൽ എന്താണ്? അയാൾ ഒരിക്കലും ഒരു മിസ്റ്റേക്സും ചെയ്യുന്നില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മളെന്ത് വിളിക്കുന്നത്? ഒരു പേഴ്സണൽ ട്രൈറ്റ് ആണെന്ന് ഇൻഫാലിബിൾ എന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്കും വരുത്താതിരിക്കുക. ലാസ്റ്റ് വണ്ണാണെന്ന് സ്റ്റോയിക്. ഇൻഡിഫറൻറ്റ് ടു പ്ലഷർ ആൻഡ് പെയിൻ. അതായത് എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമോ എന്തുണ്ടായാലും
എന്താണ് പ്രത്യേകിച്ചൊരു വികാരവും കാട്ടാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോയിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇത്രയുമാണ് പേഴ്സണൽ ട്രെയ്റ്റ്സിൽ വരുന്ന കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ് മെഡിക്കൽ ടേംസ്, അതായത് കുറച്ച് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള മെഡിക്കൽ ടേംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ആൻറ്റിഡോട്ട്, എ മെഡിസിൻ ടു നള്ളിഫൈ ദ എഫക്റ്റ് ഓഫ് പോയിസൺ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സ്നേക്ക് പോയിസണോ മറ്റോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ എന്താണ് അതിന് കൊടുക്കുക? ആൻറ്റിഡോട്ടാണ് കൊടുക്കുക. ആൻറ്റിഡോട്ട് എന്ന് വെച്ചാൽ ആ എഫക്റ്റിന്, ആ പോയിസണിനെ മറികടക്കാനുള്ള അതിനുള്ള കൗണ്ടറായിട്ടുള്ള ഒരു മെഡിസിനാണ് എന്ത്? ആൻറ്റിഡോട്ട്. നെക്സ്റ്റ് പാനസിയ, എ മെഡിസിൻ ദാറ്റ് ക്യാൻ ക്യൂർ ഓൾ ഡിസീസസ്. അതായത് ഒരുവിധം രോഗങ്ങളൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിനാണ് എന്ത്? പാൻസിയ. എലിക്സർ, ആൻ ഇമാജിനറി ഡ്രിങ്ക് ദാറ്റ് മേക്സ് യു ഇമ്മോർട്ടൽ. അതുപോലെ എലിക്സർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇമാജിനറി ഡ്രിങ്കാണ്. ദാറ്റ് മേക്സ് യു ഇമ്മോർട്ടൽ, നമുക്ക് മരണമില്ലാതാക്കുന്ന ഒരു ഡ്രിങ്കാണ് എന്ത്? എലിക്സർ. ഇതൊക്കെ നമ്മൾ ലിറ്ററേച്ചറിലൊക്കെ കാണുന്നതാണ്. അതായത് ഇതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ലെങ്കിലും ഒരു വിശ്വാസത്തിന് പുറത്തുള്ള വേർഡാണ് എന്ത്? എലിക്സർ. നെക്സ്റ്റ് റൈറ്റിംഗ് ആൻഡ് ലിറ്ററേച്ചർ, ഇത് സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫസ്റ്റ് വൺ എപ്പിറ്റാഫ്, വൺ വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ എ ടോം. അതായത് ഒരാൾ മരിച്ചാൽ അയാളെ കല്ലറയിൽ രേഖപ്പെടുത്തുന്നതാണ് എന്ത്? എപ്പിറ്റാഫ്. നെക്സ്റ്റ് ആണ് എപ്പിലോഗ്, ദ കൺക്ലൂഡിങ് പാർട്ട് ഓഫ് എ ബുക്ക് ഓർ എ പ്ലേ. അതായത് ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു നാടകത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് എന്ത് കാണാനാവും? പല ക്ലാസിക്കലായിട്ടുള്ള പുസ്തകങ്ങളിലും നാടകങ്ങളിലും എപ്പിലോഗ്സ് ഉണ്ടാവും. അതായത് പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു പാർട്ട് ഉണ്ടാവും. നെക്സ്റ്റ് ആണ് പ്രൊലോഗ്, ഇൻട്രഡക്ടറി പാർട്ട് ഓഫ് എ ബുക്ക്. പ്രൊലോഗ് എന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിൻ്റെ ഇൻട്രഡക്ടറി പാർട്ടാണ് എന്ത്? പ്രൊലോഗ്. ലാസ്റ്റ് വൺ എപ്പിസ്റ്റൽ. എപ്പിസ്റ്റൽ എന്ന് വെച്ചാൽ ലെറ്റർ. എപ്പിസ്റ്റൽ എന്ന് വെച്ചാൽ ലെറ്ററിൻ്റെ ഒരു വേർഡാണ് എന്ത്? എപ്പിസ്റ്റൽ. അവസാനത്തേത് എപ്പിഗ്രാം, എ ടേഴ്സ് വിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. എപ്പിഗ്രാം എന്ന് വെച്ചാൽ ഒരു വിറ്റി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു ഡബിൾ മീനിങ്, ഒരു പ്രത്യേകതരം മീനിങ് ഉള്ള സെൻറ്റൻസ് ആണ് എന്ത്? എപ്പിഗ്രാം. ലാസ്റ്റ് വൺ, ഇനി നെക്സ്റ്റ് സ്ലൈഡാണ് നെയിംസ് ആൻഡ് ഓതർഷിപ്പ്. ഇത് നെയിംസ് ആൻഡ് ഓതർഷിപ്പ് എന്ന് വെച്ചാൽ നമ്മളെ വാക്കുകളും എഴുത്തുകാരെക്കുറിച്ചും നമുക്കുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. സ്യൂഡോനിം, ടു റൈറ്റ് അണ്ടർ എ ഡിഫറെൻറ്റ് നെയിം. അതായത് ഒരാൾ സ്യൂഡോനിം യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരാളെ പേര് ഇപ്പം എ എന്നാണെങ്കിൽ അയാൾ ചിലപ്പോൾ ബി എന്നായിരിക്കും അയാളെ പുസ്തകത്തിൽ കൊടുക്കുക. അതാണ് എന്ത്? സ്യൂഡോനിം. അതായത് നമ്മൾ വേറൊരു പേരിൽ നമ്മൾ പ്രമുഖമായിട്ടുള്ള എഴുത്തുകാരൊക്കെ എങ്ങനെയാണ് സ്യൂഡോണിംസ് യൂസ് ചെയ്യും. കാരണം എന്താ, അവരെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ സ്യൂഡോണിംസ് യൂസ് ചെയ്യും. നെക്സ്റ്റ് വണ്ണാണ് അനോണിമസ്. അനോണിമസ് എന്ന് വെച്ചാൽ എന്താണ്? ഓഫ് അൺനോൺ ഓതർഷിപ്പ്. ആരാണ് ഇതിൻ്റെ റൈറ്റർ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഇല്ലാത്തതാണ് എന്ത്? അനോണിമസ് ആയിട്ടുള്ള വർക്ക്സ്. ലാസ്റ്റ് വൺ എപ്പിനം, എ നെയിം ഓഫ് എ പേഴ്സൺ വിച്ച് ബിക്കംസ് എ വേർഡ്. അതായത് ഏതെങ്കിലും ഒരാളെ പേര് തന്നെ ഒരു കാലക്രമേണ ഒരു വേർഡായിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എപ്പിനം എന്ന് വിളിക്കുന്നു. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഫിനാൻഷ്യൽ ടേംസ്. അപ്പോൾ ഫിനാൻഷ്യൽ ടേംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫസ്റ്റ് വൺ അലിമണി. അലിമണി എന്ന് വെച്ചാൽ എന്താണ്? ആൻ അലവൻസ് മെയ്ഡ് ടു എ വൈഫ് ബൈ യർ ഹസ്ബൻഡ് വെൻ ലീഗലി സെപ്പറേറ്റഡ്. അതായത് ഡിവോഴ്സ് ആകുമ്പോൾ ഹസ്ബൻഡ് വൈഫിന് വേണ്ടി കൊടുക്കുന്നുള്ള ഒരു തരത്തിലുള്ള ഒരു കോമ്പൻസേഷനാണ് എന്ത്? അലിമണി. അത് പൊതുവെ ജഡ്ജസ് കോർട്ടിൽ നിന്നാണ് അതിൻ്റെ വിധി ഉണ്ടാവുക. നെക്സ്റ്റ് വന്ന് ഹൊണേറിയം. ഹൊണേറിയം എന്ന് വെച്ചാൽ എന്താ? അലവൻസ് ഗിവൺ ടു എ പേഴ്സൺ. അതായത് ഗവൺമെൻറ് പല ആൾക്കാർക്ക് ഹോണേറിയംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് അവർ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുത്താൽ അതിനൊരു നന്ദിയായിട്ട് എന്ത് കൊടുക്കും? ഹൊണേറിയംസ് കൊടുക്കും. നെക്സ്റ്റ് ആണ് പർവനു, റീസെൻ്റ്ലി ബിക്കംസ് റിച്ച്. ഈ അടുത്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പറയുന്ന വേർഡാണ് ഇത്. നെക്സ്റ്റ് വണ്ണാണ് സൈക്കോളജിക്കൽ ടേംസ്. അതായത് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് വൺ സാഡിസ്റ്റ്. സാഡിസ്റ്റ് വെച്ചാൽ ആരാണ്? എ പേഴ്സൺ ഹൂ ഫൈൻസ് പ്ലഷർ വെൻ അതേഴ്സ് ആർ ഇൻ ട്രബിൾ. അതായത് വേറെ ആളെ സാഡിസ്റ്റാണ് നമ്മൾ പറയില്ല. അതായത് വേറെ ആളെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ആര്? ഒരു സാഡിസ്റ്റ്. ഈസ് എ സാഡിസ്റ്റ് വെച്ചാൽ ഒരു മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നെക്സ്റ്റ് ആണ് മസ്കോയിസ്റ്റ്. എ പേഴ്സൺ ഹൂ ഫൈൻസ് പ്ലഷർ ബൈ ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ ഓൺ ദംസെൽഫ്. നേരത്തെ പറഞ്ഞത് സാഡിസ്റ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണെങ്കിൽ മസ്കോയിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്വയം തന്നെ വേദനിപ്പിച്ചിട്ട്
അതിലൊരു പ്ലഷർ, ഒരു മെൻ്റൽ പ്ലഷർ കണ്ടെത്തുന്ന ആളാണ് ആര്? മസ്കോയിസ്റ്റ്. നെക്സ്റ്റ് വണ്ണാണ് സിനിക്, വൺ ഹൂ ഫൈൻഡ്സ് നത്തിങ് ഗുഡ് ഇൻ എനിത്തിങ്. അതായത് ഒന്നിലും എല്ലാത്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലല്ലേ. അങ്ങനത്തെ ആൾക്കാരാണ് എന്ത്? സിനിക്ക് എന്ന് പറയുക. സിനിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്ന ആൾക്കാർ. അപ്പോൾ ഇത്രയാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ കുറേ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു കുറച്ച് തിരഞ്ഞെടുത്തിട്ടുള്ള വേർഡ്സാണ്. നല്ല ഹൈ പ്രോബബിലിറ്റി എക്സാംസിന് പൊതുവേ കണ്ടുവരുന്നുള്ള കുറച്ച് വേർഡ്സാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. താങ്ക് യു.